കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഇതുവരെയും കൃപയുടെ വിവിധ നിറവുകളെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുവാനിടയായി തീർന്നു. ദൈവകൃപയുടെ മഹത്വം, അതിന്റെ സവിശേഷത, കൃപയുടെ അനുഗ്രഹങ്ങൾ, കൃപാദാനം, ദൈവകൃപയുടെ ശക്തി എന്നുള്ള വിഷയങ്ങളെല്ലാം നമുക്ക് അല്പമായിട്ടാണെങ്കിലും ഏറെ ദിവസങ്ങളായി വിചിന്തനം ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. എന്നാൽ തുടർന്ന് വീണ്ടും പരിശുദ്ധമോ മറ്റു ചില വിഷയങ്ങൾ കൃപയെ സംബന്ധിച്ച് നാം പഠിക്കണം, അറിയണം എന്നുള്ളത് വീണ്ടും ഓർമ്മപ്പെടുത്തി. പ്രിയമുള്ളവരെ, കൃപയിൽ പ്രവേശിച്ചവർ ഗൗരവമായി സൂക്ഷിക്കേണ്ട ചില മുന്നറിയിപ്പുകളെ വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്ന് ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ താല്പര്യപ്പെടുന്നു. അത് പ്രാരംഭമായി കൃപയെ ആരും വ്യർത്ഥമാക്കരുത്. 2 കൊരിന്ത്യർ 6:1 നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് അപ്പോസ്തലൻ ആഗ്രഹിക്കും. 1 കൊരിന്ത്യർ 15:10 വാക്യത്തിന്റെ മധ്യഭാഗത്തിൽ ഇവിടെ പൗലോസ് എന്ന ദൈവ ശുശ്രൂഷകൻ തന്റെ വിജയരഹസ്യം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കും. അതെന്താണ്? എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. എത്ര വലിയ സത്യമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സമർത്ഥമായി ലഭ്യമാകുന്ന ഈ കൃപ നമുക്കൊന്നുകിൽ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി പൗലോസിനെ പോലെ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഇടയാകും. അപ്പോസ്തലൻ വളരെ അതിശ്രേഷ്ഠമായ ശുശ്രൂഷകൾ നിർവഹിച്ചു. തനിക്ക് ലഭിച്ച ഈ കൃപാവരങ്ങൾ ദൈവകൃപയുടെ ആ വലിയൊരു വെളിപ്പാട്, പുതിയ നിയമസഭ എന്ന മർമ്മം, ഉൾപ്രാവണത്തെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട്, നിത്യതയെക്കുറിച്ചുള്ള വലിയ ദർശനങ്ങൾ അപ്പോസ്തലൻ എക്കാലത്തുമുള്ള വിശുദ്ധന്മാർക്ക് താൻ കർത്താവിൽ പ്രാപിച്ചു നൽകുന്ന വലിയ ആത്മീയ മർമ്മങ്ങളാണ്. അതുകൊണ്ട് നിശ്ചയമായി തനിക്ക് പറയാൻ കഴിയും, തന്റെ മേൽ പരമേൽപ്പിച്ച ദൈവകൃപ എന്ന ഉപനദി അവസാനത്തോളം സൂക്ഷിക്കുവാൻ, ആ കൃപയെ വിട്ടുകളയാതെ, അവഗണിക്കാതെ, വ്യർത്ഥമാക്കാതെ, കൃപയിൽ നിന്ന് വീണുപോകാതെ, കൃപയെ തള്ളിക്കളയാതെ, ഈ കൃപയെ മറ്റൊന്നിനു വേണ്ടി ദുരുപയോഗം ചെയ്യാതെ തനിക്ക് ഉറപ്പോടെ പറയാൻ കഴിയും, എനിക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ ഒരിക്കലും വ്യർത്ഥമാക്കി കളഞ്ഞു. ഇതുകൊണ്ടാണ് പൗലോസ് സഹപ്രവർത്തിക്കാരായ കൊരിന്ത്യ വിശ്വാസികളെ അവർക്ക് ലഭിച്ച കൃപ വ്യർത്ഥമാക്കി കളയരുത് എന്ന് പ്രബോധിപ്പിക്കും. പ്രിയമുള്ളവരെ, നാം ആ ഭാഗം പഠിക്കുമ്പോൾ എബ്രായ ലേഖനം 12:15 നാം ദൈവകൃപ വിട്ട് പിന്മാറരുത്, ആരും കൃപ വിട്ട് പിന്മാറുകയും എന്നൊരു വാക്യം കാണും. യഥാർത്ഥത്തിൽ അത് ദൈവകൃപയിൽ നിന്ന് നാം വീണു പോകാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്നുള്ളതിനൊരു ആഹ്വാനം. അതാണ് ഈ പറഞ്ഞതിന്റെ സാരാംശം. എന്തുകൊണ്ടെന്നാൽ നാം വളരെ അതീവ സൂക്ഷ്മ ബുദ്ധിയുള്ളവരായി ഈ ലോകത്തിൽ നാം ജീവിക്കണം. ബൈബിൾ പറയുന്നു, അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് തന്നെ, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരും, സമയം തക്കത്തിൽ ഉപയോഗിച്ച് ദൈവിക ജ്ഞാനത്തോടെ നാം പ്രവർത്തിക്കണമെന്ന് ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അതിനോട് ചേർത്ത് വായിക്കാൻ കഴിയും. റോമലേഖനം 12 അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങളുടെ ഒരു രത്ന ചുരുക്കം ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം അവിടെ പൗലോസ് പ്രബോധിപ്പിക്കുന്നത് ഈ ലോകത്തിന് അനുരൂപരായി തീരരുത്. ലോകം നമ്മെ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു അച്ചിൽ ഞെക്കി ഞെരുക്കുവാൻ പരിശ്രമിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി നിശ്ചയമായി നോക്കും. ഈ ലോകത്തിന് അനുരൂപപ്പെടുത്തുവാൻ സാഹചര്യങ്ങള്, സമ്മർദ്ദങ്ങള്, പ്രലോഭനങ്ങള്, പരീക്ഷണങ്ങള്, അനുകൂലമായ ഘടകങ്ങള്, ഇതെല്ലാം നമ്മെ ഈ ലോകത്തിന്റെ ഒരു സമ്പ്രദായത്തിൽ, ഇഷ്ടത്തിൽ, അതിന്റെ ഭാവനയിൽ ജീവിക്കുവാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി നൽകും. കളിമണ്ണോ സിമന്റ് അതിന്റെ മിശ്രിതമോ ഒരു അച്ചിനകത്തിട്ടാൽ അച്ചിന്റെ ആകാരം അതിനുണ്ടാകും. അതുപോലെ ലോകത്തിൻ്റെതായ ചില അച്ചുകൾ നമ്മെ അതിന് സമാനമായി രൂപപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. ലോകം അതിന്റെ അച്ചിൽ നമ്മെ ഞെരുക്കുവാൻ ഒരിക്കലും അനുവദിക്കരുത്. ദൈവകൃപയുടെ ഒരു പ്രവാഹത്തിന് മാത്രമേ ലോകത്തിന്റെ എല്ലാവിധമായ സ്വാധീനങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ കഴിയത്തുള്ളൂ. ഇത് വളരെ അത്യന്തം ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു മുന്നറിയിപ്പാണ്. കൃപ വിട്ട് പിന്മാറരുതെന്ന് എബ്രായ ലേഖനം 12:15 വാക്യത്തിൽ പറയുമ്പോൾ, ഗലാത്യ ലേഖനം 5:4-5 വാക്യങ്ങൾ പറയുന്നത് കൃപയിൽ നിന്ന് വീണുപോകരുത്. സംഭവിക്കാവുന്ന മറ്റൊരു വലിയ അപകടമാണ് കൃപയിൽ നിന്ന് വീണുപോകുക എന്നുള്ളത്. വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിൽ കാത്തിരിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ന്യായപ്രമാണത്താൽ നീതീകരിക്കുവാൻ ഇച്ഛിക്കുന്നവർ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ വിട്ടുപോയി, വേർപെട്ടുപോയി, അവർ കൃപയിൽ നിന്ന് വീണുപോയി. നമ്മെ ആരും പുറമേ ഉള്ളവർ വലിച്ചുകൊണ്ട് പോകുന്നതോ മറിച്ചിടുന്നതോ അല്ല, നേരെ മറിച്ച് നാം സ്വയം വിട്ടുമാറി കൃപയിൽ നിന്ന് വീണുപോകുന്നതാണ്. യഥാർത്ഥത്തിൽ ഇക്കാലങ്ങളിൽ അനേകർ അപ്രകാരം വീണുപോകുന്നവര് ധാരാളമായി ഉണ്ട് എന്നുള്ളത് ദുഃഖകരമായ ഒരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 1:6 കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ മറിയരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടെ നൽകുന്നു. സുവിശേഷത്തെ മറിച്ചു കളയുക, വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുക തുടങ്ങിയ പദപ്രയോഗങ്ങൾ ശ്രദ്ധേയമാണ്. ക്രിസ്തുവിന്റെ കൃപയാലാണ് നമ്മെ വിളിച്ചത്. അങ്ങനെ നാം കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പൗലോസ് കർക്കശമായി പറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ ഇതേ എഴുത്തുകാരൻ വേറൊരു സുവിശേഷം, വേറൊരു ക്രിസ്തു, മറ്റൊരാത്മാവ് എന്നിങ്ങനെ വളരെ വ്യക്തമായി എടുത്തു പറയും. കൃപയാൽ നമ്മെ വിളിച്ചവനെ വിട്ട് പിന്മാറി പോകാതിരിക്കുവാനും വേറൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോകാതിരിക്കുവാനും ഇക്കാലങ്ങളിൽ ദൈവജനം വളരെയധികം ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമാണ്. മറ്റൊരു വിഷയം നാം നേരത്തെ ധാരാളമായി ചിന്തിച്ച ഒരു വിഷയമാണ് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യരുത്. റോമലേഖനം 6:1
നാം കൃപയ്ക്ക് അധീനരാകിയാൽ ഒരു നാളും പാപം ചെയ്യുവാൻ പാടില്ല എന്ന് തന്നെയാണ് വചനം പറയുന്നത്. പകരം അനുസരണത്തിന്റെ അടിമകളായി നമ്മെ സമർപ്പിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായി തീർന്നിട്ട് അതിന്റെ അന്ത്യമായ നിത്യജീവനിൽ പ്രവേശിക്കുകയാണ് കൃപയുടെ ആത്യന്തികമായ ലക്ഷ്യം. അതുകൊണ്ടാണ് റോമാലേഖനം 6 അവസാന വാക്യം നാം അത് കൂടുതൽ മനസ്സിലാക്കണം. പാപത്തിന്റെ ശമനം മരണമത്രേ. എന്നാൽ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യ ജീവൻ തന്നെ. പ്രിയമുള്ളവരെ, ഈ മുന്നറിയിപ്പുകൾ എക്കാലത്തുമുള്ള വിശ്വാസികൾക്ക് കൃപയിൽ നിലനിൽക്കുവാനുള്ള ഒരു വലിയ പ്രബോധനമാണ്. നാം കൃപ വിട്ട് പിന്മാറണമെന്ന് പറയുമ്പോൾ നാം കൃപയിൽ മുന്നേറണം എന്നുള്ളതാണ് വിഷയം. നമ്മെ വിളിച്ച് വിളി തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കാൻ ഒരു സമ്പൂർണ്ണ വിശുദ്ധീകരണത്തിലേക്ക് ദൈവാത്മ നമ്മെ നയിച്ചുകൊണ്ടിരിക്കും. അത് ആത്മാവിലും പ്രാണനിലും ശരീരത്തിലും സംഭവിക്കുന്ന മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ, രൂപാന്തരങ്ങൾ, ഇപ്രകാരമുള്ള ഒരു വിശുദ്ധീകരണം നാം പ്രാപിച്ചില്ലെങ്കിൽ ദൈവകൃപ വിട്ട് പിന്മാറുവാൻ ഇടയാകും. ചെയ്യേണ്ടത് ചെയ്ത് നാം മുന്നേറിയില്ലെങ്കിൽ നിശ്ചയമായി നാം പിന്മാറും. അതുകൊണ്ടാണ് ലേഖനം 1 അധ്യായത്തിൽ തന്നെ പറയുന്നത്, എല്ലാവരുടെ സമാധാനം ആചരിക്കണം, നാം ശുദ്ധീകരണം പ്രാപിക്കണം, നമ്മുടെ ജീവിതം മലിനപ്പെടുവാൻ അനുവദിക്കരുത്. നാം ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ എല്ലാവരുടെ സമാധാനം, ശുദ്ധീകരണം, ജീവിതം മലിനപ്പെടുക, ഇതൊക്കെ വലിയ പ്രബോധനങ്ങളാണ് പൗലോസ് തന്റെ സമാപന ലേഖനങ്ങളിൽ വിശുദ്ധന്മാരോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നത്തെ വാദനം ഇപ്രകാരം ഇവിടെ ഉപസംഹരിക്കുമ്പോൾ കൃപ വിട്ട് നാം ഒരിക്കലും പിന്മാറരുത് എന്ന് പരിശുദ്ധമായി പ്രഭാതത്തിൽ നമ്മളോട് സംസാരിക്കുക. അങ്ങനെ പിന്മാറിപ്പോയാൽ പിന്നെ നമുക്ക് ദൈവിക സമാധാനം പ്രാപിക്കാൻ കഴിയില്ല. ജീവിതം കയ്പായി തീരും. പുറമെ ഇത് പെട്ടെന്ന് ദൃശ്യമാകില്ല, എന്നാൽ വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി പിന്നത്തേത് നാം ജീവിതം തന്നെ മലിനപ്പെടും. ഇന്നലകളിൽ സ്വർഗതുല്യം സന്തോഷിച്ച കൃപാവരങ്ങളും വലിയ ആത്മപകർച്ചകളും അനുഭവിച്ച എത്ര കൂട്ടായ്മകൾ ഇന്ന് വളരെ ദയനീയമായ പതനത്തിൽ കൃപ വിട്ട്, സുവിശേഷത്തിന്റെ സത്യം വിട്ട്, ദൈവ പരിജ്ഞാനം വിട്ട്, ക്രൂശിന്റെ മഹത്വം വിട്ട് ദുരന്തത്തിലേക്ക് പോയി അവസാനിച്ച വളരെ ശോചനീയമായ കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അവസാനത്തെ 2 പ്രബോധനം ഞാൻ വിവരിക്കുന്നില്ല. എബ്രായർ 10:29 കൃപയുടെ ആത്മാവിനെ നിന്ദിക്കരുത്. ദൈവപുത്രനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരുവൻ വീണ്ടും ക്രിസ്തുവിനെ ചവിട്ടിക്കളഞ്ഞാൽ, തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിച്ചാൽ, കൃപയുടെ ആത്മാവിനെ നിന്ദിച്ചാൽ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പീൻ എന്നാണ് തിരുവചനം നമ്മളോട് പറയുന്നത്. കൃപയെ തിരസ്കരിക്കുന്നവർക്ക് ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം എന്നാണ്. യൂദാപ്പോസ്തലന്റെ തന്റെ ലേഖനത്തിന്റെ സമാപന വാക്കുകൾ, ആരും ദൈവകൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കുക. യൂദയുടെ ലേഖനം ആത്മീയഗോളത്തിൽ സംഭവിക്കുന്ന അതിഭീകരവും നികൃഷ്ടവുമായ ദോഷങ്ങളെ കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത്. കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുവാനും വളരെ നിർമ്മലതയോടെ ദൈവഭക്തിയിൽ ജീവിക്കുവാനും ഈ ചെറിയ ലേഖനം നമ്മെ ആഹ്വാനം ചെയ്യും. എന്നാൽ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് കാരണമാക്കിയവർക്ക്, അപ്രകാരം തിന്മ പ്രവർത്തിച്ചവർക്ക് വരാൻ പോകുന്ന കഠിനമായ ശിക്ഷാവിധിയെക്കുറിച്ചും ഈ ലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കും. ദൈവകൃപയെ ഏതശുദ്ധിക്കും ദോഷപ്രവൃത്തികൾക്കും വേണ്ടി ദുരുപയോഗം ചെയ്യുവാൻ പഠിക്കാത്തവർ ദൈവജനത്തിനിടയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലയളവിൽ ദൈവവചനം നൽകുന്ന മുന്നറിയിപ്പുകൾ പാലിച്ച് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടാം. ഇത് ആധാരമാക്കി ആത്മീയ വർധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാം. നിത്യജീവനായി യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തുകൊണ്ട് നമ്മെ തന്നെ സൂക്ഷിക്കാം. പിതാവാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു, യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടു ഇരിക്കുന്ന വിളിക്കപ്പെട്ട നമ്മെ വീടാതവണ്ണം സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം കഴിയുന്ന നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് സർവ്വകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.